ലോകത്തെ 13 വർഷം ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. 13 വർഷങ്ങൾക്ക് ശേഷം ഒരു വേദിയിൽ ഞാൻ സ്നേഹം എന്താണെന്ന് അറിയുന്നു എന്ന് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് 50 വയസ്സ് അടുപ്പിച്ചിട്ടുണ്ടാവും, ഏതായാലും ഒരു മനുഷ്യൻ്റെ തുറന്നു പറച്ചിൽ. ഇത് മറ്റാരുമല്ല പറഞ്ഞത്, സുരേഷാണ് പറഞ്ഞത്. 13 വർഷം CPM എന്ന് പറയുന്ന പാർട്ടി വേട്ടയാടിയ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ PA, അയാൾക്ക് കോൺഗ്രസിൻ്റെ വേദിയിൽ, കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ശത്രു, മുഖ്യ ശത്രുവായ കോൺഗ്രസിൻ്റെ വേദിയിൽ ഇത്തരത്തിൽ തന്നെ വേട്ടയാടിയവരെ വെട്ടിത്തുറന്ന് പൊളിച്ചടുക്കി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM എത്തി നിൽക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ 50 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്ന് അദ്ദേഹത്തെ അങ്ങ് അഭിസംബോധന ചെയ്തത് താങ്കൾ അതങ്ങ് വിടുക. അല്ല, ചേട്ടന് 50 വയസ്സുള്ളപ്പോൾ ചേട്ടനെ ചെറുപ്പക്കാരൻ ഞങ്ങൾ പരിഗണിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണോ? അതെന്തായാലും ഒരു കുഴപ്പമില്ല. ആ ഒരു വലിയ കാര്യത്തിന് നിങ്ങൾ സിംപ്ലിഫൈസ് ചെയ്ത് അത് അത്രയും വലിയ ടെമ്പോ വേണ്ട, നമുക്ക് പറയാവുന്ന രീതിയാണ് ഞാൻ കണക്കാക്കും. പറഞ്ഞോളൂ, അത് വലിയൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും വയസ്സ് വിടുക. അല്ല, അതാ നമ്മൾ എന്തിനാണ് ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണ, വളരെ തമാശയൊക്കെ പറഞ്ഞ് ഞാൻ സുരേഷിന്റെ കാര്യത്തിൽ സുരേഷിനോട് സീരിയസ് ആയിട്ട് തന്നെയാണ്. നോക്കൂ, 13 വർഷക്കാലം CPM-ൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, മാറ്റി നിർത്തിയ ഒരാൾ, തീർച്ചയായിട്ടും അയാൾ കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്താൻ 13 വർഷങ്ങൾ എടുത്തു എന്നത് വലിയ അത്ഭുതമാണ്. അയാൾ പാർട്ടി സ്നേഹമുള്ള ആളായതുകൊണ്ടായിരിക്കാം. എന്തിനാണ് പാർട്ടി സ്നേഹിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, രോഹിത് ഒരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന ഒരാളാണ്. ആ രാഷ്ട്രീയ പാർട്ടി എനിക്കറിയാം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, നമുക്ക് വെളിവാക്കേണ്ട കാര്യമില്ല, പോട്ടെ. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് ആശയപരമായിട്ടായിരിക്കും, ആ പ്രത്യശാസ്ത്രപരമായിട്ടോ ആയിരിക്കും ആ പ്രസ്ഥാനത്തോട് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി എത്ര ചവിട്ടിക്കൊത്തുണ്ടായാലും നമ്മൾ ആരും കണ്ടോണ്ടല്ല ആ രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത്. നമ്മുടെ തെറ്റാണ്. കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിന്മേൽ ഞാൻ കോൺഗ്രസിന്റെ ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിലേക്ക് വരാം. കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ മേൽ ആ ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന ആ പാർട്ടിയുടെ നേതൃത്വമാണ്. ആ പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്നവരെയൊക്കെ കൊന്നുതള്ളുന്ന, വെട്ടിമാറ്റുന്ന, വെട്ടി നികത്തുന്ന രീതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ചരിത്രം ഞാൻ പറഞ്ഞുതരാം, ചരിത്രപരമായി അതിന് തെളിവുകൾ സഹിതം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറയപ്പെടുന്ന സുരേഷിൻ്റെ അനിഷേധ്യനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദനെ ചവിട്ടിക്കൂട്ടി മൂലക്കിട്ടിരുന്നില്ലേ പാർട്ടി കുറേ കാലം? തീർച്ചയായിട്ടും. സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഒരു പ്രസംഗമുണ്ട്. തിരമാലകൾ ശക്തമാകുന്നത് കടലിൽ കിടക്കുമ്പോഴാണ്, വെള്ളം കോരി ബക്കറ്റിൽ വെച്ചാൽ അതിങ്ങനെയാണ്, തിരയടിക്കില്ല. അതിങ്ങനെയാണ് പറയുന്നത്. കടലിലെ തിരമാലകൾ, അതായത് ഒരു ആരുടെയാ, ഒരു ഉറുദു കവിയോ അല്ലെങ്കിൽ റഷ്യൻ കവിയോ, അങ്ങനെ ഒരു കവിയുടെ താങ്കൾ പറഞ്ഞ അത് ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. വിശാലമായ പാർട്ടിയുടെ വിശാലമായ ആ കടലിൽ ഉള്ളപ്പോഴേ വെള്ളത്തിന് തിരയിളക്കം. അങ്ങനെയല്ല, അത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ മാറ്റം ഉണ്ടാകാം. ഞാൻ പറയുന്ന ആശയം പിടിയിട്ട് എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞത് ബക്കറ്റിലെ വെള്ളത്തിന് തിരയിളക്കം ഉണ്ടാവില്ല, കടലിൽ ആ വെള്ളം കടലിൽ കിടക്കുമ്പോഴാണ് മാത്രമാണ് തിരയുണ്ടാവുക എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞ വാചകം. അതിനുശേഷം അദ്ദേഹം പറയുന്നു, അതുപോലെ തന്നെയാണ് ഒരു നേതാവ് പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോഴാണ് ജനകീയനും നേതാവുമാകുന്നത്, ഒറ്റയ്ക്ക് മാറി നിന്നാലാകില്ല. ഇതേ VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പ്രസംഗിച്ചൊരു നേതാവുണ്ട്, അത് ഇപ്പോഴും ഉണ്ടല്ലോ, M സ്വരാജ്. അദ്ദേഹത്തെ വേറെ എവിടെയോ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. വീണ്ടും അടുത്ത ബലിയാടാക്കുന്നുണ്ട്. പുള്ളിയാണ് അടുത്ത പിടൽക്കാണല്ലോ. അപ്പോ VS അച്യുതാനന്ദൻ, അതായത് ഇന്ന് ഈ കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടുത്തു നിന്ന് കണ്ട 100 വർഷങ്ങളും, പാർട്ടിയുടെ സുവർണകാലങ്ങളായ 100 വർഷങ്ങളും പാർട്ടിക്കൊപ്പം നിന്ന് കണ്ട 100 വയസ്സുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേര്, ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, CPM എന്നാണ്. VS-നോട് കാണിക്കാത്ത എന്ത് മാന്യതയാണ്, VS-നോട് കാണിക്കാത്ത എന്ത് സ്നേഹമാണ്, VS-നോട് കാണിക്കാത്ത എന്ത് രാഷ്ട്രീയ പരിഗണനയാണ് കേവലം അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗത്തോട് കാണിക്കേണ്ടത്? അല്ല, നിങ്ങൾ അങ്ങനെ അദ്ദേഹത്തെ അങ്ങ് ലഘൂകരിച്ച് കാണിക്കുകയൊന്നും വേണ്ട. ആരെ? ഈ സുരേഷിന്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ സുരേഷിനെ ലഘൂകരിക്കില്ല, ഞാൻ ചോദിക്കുന്നത് CPM-നെ പറ്റിയാണ്. CPM-നെ സംബന്ധിച്ച് CPM എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, കാലഹരണപ്പെട്ട പാർട്ടിയാണെന്ന് പറഞ്ഞു. അതിൽ നിൽക്കുന്നവർ ഇപ്പോഴും മണ്ടന്മാരാണെന്ന് ഞാനും പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ സുരേഷിനെ വില കുറച്ച് കാണുകയോ ഒന്നുമല്ല. ഇനി ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പും അയ്യപ്പൻ ചേട്ടനുമായിട്ടുള്ള ചർച്ചയിലും ഇതിനു മുമ്പ് ഹർഷയുമായിട്ടുള്ള ചർച്ചയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് വില കൊടുത്തും സുരേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ CPM വെട്ടും. അതിന് CPM കണ്ടുവച്ചിരിക്കുന്ന മരുന്നാണ് VS-ന്റെ മകൻ അരുൺകുമാർ. VS-ന്റെ മകൻ അരുൺകുമാറും
സുരേഷ് കുമാറും ഈ പറയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ പരസ്പരം മുഖാമുഖം മത്സരിക്കുമെന്ന ചോദ്യം ഞാൻ 2 ചർച്ചകളിൽ ഉന്നയിച്ചതാണ്. തീർച്ചയായും ഇപ്പോ കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ VSന്റെ മകനെതിരെ മത്സരിക്കാൻ ഞാനില്ല, ഞാൻ UDFനൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് വില കൊടുത്തും VSന്റെ മകനെ അവിടെ മത്സരിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കും. VS ഇന്ന് ജീവിച്ചിരിപ്പില്ല. VSന് പത്മഭൂഷൺ നൽകി കേന്ദ്ര ഗവൺമെന്റ് പത്മഭൂഷൺ നൽകാൻ തീരുമാനിച്ചപ്പോൾ അരുൺകുമാർ പറഞ്ഞത് എന്താ? പാർട്ടി തീരുമാനത്തിനൊപ്പം കുടുംബം നിൽക്കുമെന്ന്. അതായത് പാർട്ടി തീരുമാനിച്ചാൽ പത്മഭൂഷൺ വേണ്ട എന്ന് നിൽക്കും. അപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ അരുൺകുമാർ സ്ഥാനാർത്ഥിയാകും. ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടി തീരുമാനിക്കും സുരേഷ് കുമാറിനെ വെട്ടാൻ. അവരിൽ നിന്ന് വേർവിട്ടു പോകുന്നവരാരോ അവരെ വെട്ടി ഒതുക്കുക എന്ന രീതിയല്ലേ. ഇനി VSനെ വെട്ടിയത് അവിടെ നിൽക്കട്ടെ. യഥാർത്ഥ വെട്ടിയൊരു മനുഷ്യനുണ്ട്, പേര് TP ചന്ദ്രശേഖരൻ എന്ന. TP ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റെന്താ? എന്നെ ഒന്ന് ഇടയ്ക്ക് സംസാരിക്കാൻ അനുവദിക്കണം. അതായത് താങ്കൾ പറഞ്ഞു VSനോടൊപ്പം നിന്നത് കൊണ്ടാണ് സുരേഷിനെ ചെയ്തതെന്ന്. അതിലെ സാങ്കത്യം ശരിയോ തെറ്റോ എന്ന് രണ്ടാമത്. ഇപ്പൊ താങ്കൾ ഒരു ബിംബമായി നിൽക്കുന്നു, താങ്കൾക്കൊപ്പം ഞാൻ നിൽക്കുന്നു. താങ്കളോട് എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ടാണ് താങ്കൾ നിൽക്കുന്നത്, താങ്കൾ എന്ന ബിംബം നിൽക്കുന്നത്. താങ്കളോട് രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുള്ളവർ എന്നോട് കാണിക്കുകയാണെങ്കിൽ അതിലെ സാങ്കത്യം എത്രത്തോളം ശരിയാണെന്ന് താങ്കൾക്ക് പറയാം. തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെ. താങ്കളോടുള്ള വിരോധം എന്നോട് കാണിക്കുകയാണെങ്കിൽ ആ കാണിക്കുന്നവരുടെ വിവരം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ കാര്യം തന്നെയാണെന്നേ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് സുരേഷ് കുമാർ എന്തിന് 13 വർഷക്കാലം, അതായത് ഞാൻ അതാണ് പറഞ്ഞത്, രോഹിത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടെന്ന് വെക്കുക. ആ രാഷ്ട്രീയ പാർട്ടിയോടുള്ള കൂറ് കൊണ്ട് താങ്കൾ അവരുടെ എന്തും പോവുക. നിന്റെയൊക്കെ ഒരു കോപ്പം എനിക്കറിയണ്ട, ഞാൻ ഒന്നിൽ വിശ്വസിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ വിശ്വാസം 13 വർഷം വരെ അദ്ദേഹം നിന്നു, തന്നെ തിരിച്ചു വിളിക്കുമെന്ന്. അവിടെയും നിങ്ങളെ 8 പ്രാവശ്യം പോലും തിരിച്ചു വിളിക്കില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി, അവിടെ മുതൽ ഞാൻ ഇത്രയും സംസാരിക്കേണ്ട കാര്യം പോലുമില്ല. താങ്കൾ പറഞ്ഞതുപോലെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. കാലഹരണപ്പെട്ട ഒരു പാർട്ടിയായി മറിക്കുന്ന അതിനി മനസ്സിലാക്കാനുള്ളത് ഈ തലപ്പത്തിരിക്കുന്നവർ മാത്രമാണ്. നോക്കൂ, പാർട്ടി പഠിപ്പിച്ച പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നു എന്ന ഉത്തമ ബോധ്യം വന്നപ്പോൾ ഒഞ്ചിയത്തൊരു നേതാവ് പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു. ഒരിക്കലും നടക്കില്ല. പറയട്ടെ, ഒഞ്ചിയത്തൊരു നേതാവ് പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു. പാർട്ടി മാറില്ല എന്ന് മനസ്സിലാക്കിയ ആ നേതാവ് അദ്ദേഹത്തിന്റെ സഖാക്കന്മാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്നായിരുന്നു അതിന് പേരിട്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷ പ്രസ്ഥാനം. അന്ന് അദ്ദേഹത്തിനോട് UDF പറഞ്ഞു ഞങ്ങളുടെ ടിക്കറ്റിൽ ഇവിടെ മത്സരിക്കും. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി മത്സരിച്ചു. മത്സരത്തിന്റെ ഫലം P ജയരാജനെ പോലെ കരുത്തനായ ഒരു നേതാവ് അവിടെ പരാജയപ്പെടുന്നു. അതോടുകൂടി രാഷ്ട്രീയ ലാഭമാർക്കാണ് CPMന്റെ ഔദ്യോഗിക പക്ഷത്തിന് തന്നെ വീണ്ടും ലാഭമുണ്ടാകുന്നു. കാരണം അവരുടെയൊക്കെ കണ്ണിലെ കരടായിരുന്ന P ജയരാജനെ അവിടെ ഒതുക്കുകയാണ്. ഒരു രാഷ്ട്രീയ അധ്യായം അവിടെ അടയ്ക്കുകയാണ്. തീർച്ചയായിട്ടും. പിന്നീട് എന്താ സംഭവിച്ചേ? പിന്നീട് സംഭവിച്ചത് മാഷാവുള്ള സ്റ്റിക്കർ പതിച്ചൊരു ഇന്നോവ കാർ ഒരു രാത്രിയുടെ മറവിൽ തട്ടുകടയിൽ ഇരുന്ന നേതാവിൻ്റെ നേരെ ഒരു ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് 54 വെട്ടുകൾ വെട്ടി മുഖം വികൃതമാക്കി തെരുവിൽ തള്ളിയിട്ട് പോയി. പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ആ ബോഡി RMPയുടെയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെയും നാട്ടുകാരുടെയും വിലാപയാത്രയായി വടകരയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ പകുതി കാഴ്ച മങ്ങിയ ആ നേതാവിൻ്റെ അമ്മ ആ മുഖത്ത് വിരലോടിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ മകനല്ല. ആ നേതാവ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ആ വീട്ടിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിപതിച്ചൊരു കാർ വീണ്ടും ചെന്നു, ഒരു ഇന്നോവ കാർ. ആ കാറിൽ നിന്ന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം അവിടെ ഇറങ്ങിച്ചെന്നു. അന്ന് ആ അമ്മയും ഭാര്യയും മകനും ആ കൈകൾ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു ചിത്രം കേരളത്തിലെ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. VSന്റെ കണ്ണാടിയൊക്കെ പൊങ്ങി VS കരയുന്ന ഒരു ദൃശ്യം. VSനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ? പോലീസുകാര് തോക്കിൻ പാത്തി വെച്ചിടിച്ചപ്പോഴും കരയാതെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച രാഷ്ട്രീയ നേതാവെന്നാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ്. ആ മരണപ്പെട്ട നേതാവിൻ്റെ പേര് വടകര ഇന്നും മറന്നിട്ടില്ല. വടകരയിലെ ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ രാഷ്ട്രീയ നീക്കത്തിലും ആ പേര് ഉയർന്നു കേൾക്കും. TP ചന്ദ്രശേഖരൻ എന്ന പേര്, ഒഞ്ചിയത്തിൻ്റെ യഥാർത്ഥ സഖാവിൻ്റെ പേര്. ആ TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മകളിൽ പിന്നീട് അവിടെ ചെങ്കൊടിക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. അവസാനം ഗതികെട്ട്
ടി.പി. ചന്ദ്രശേഖരൻ്റെ പത്നി ഒരു തീരുമാനമെടുത്തു. ഒറ്റയ്ക്ക് നിന്നാൽ എൻ്റെ ആശയങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, എനിക്കൊപ്പം നിൽക്കുന്നവർ, എൻ്റെ നാട്, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ ഭർത്താവിൻ്റെ രക്തസാക്ഷിത്വം, അവരോട് എനിക്ക് നീതി പുലർത്താൻ പറ്റില്ല. അങ്ങനെ UDF ടിക്കറ്റിൽ മത്സരിക്കാൻ ആ നേതാവ് തയ്യാറെടുത്തു. പഴയൊരു വിപ്ലവ വീര്യമുള്ള SFI നേതാവാണ്. ഒരു ഭാര്യയായതിനു ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ആളാണ്. വീണ്ടും അവർക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. പേര് ഓർമ്മയുണ്ടാവും, രമ. വടകരയുടെ MLA ആണ് KK രമ. ആ KK രമയെ എന്തൊക്കെ പറഞ്ഞ് നിയമസഭയ്ക്കുള്ളിലിട്ട് ഇവർ ആക്ഷേപിച്ചു. നമുക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു കുരുക്ഷേത്രമാണ്. കൗരവന്മാർ ചേർന്ന് സാരി വലിച്ചഴിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരങ്ങനെയാണെന്നേ. അല്ല, അവിടെ ആസ്ഥാന വിധവ എന്നാണ് വിളിച്ചത്. എങ്ങനെയാണ് അവർ വിധവയായത്? ഏത് ഭാഷയും അവർ പറയും. എങ്ങനെയാണ് വിധവയായത്? 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഒരു വലിയ കാര്യമൊന്നുമല്ല. കരുണാകരനും 4ാം ക്ലാസ്സേ ഉള്ളായിരുന്നു. 4ാം ക്ലാസ്സും നാടൻ ഭാഷ എന്ന പ്രയോഗവും വെച്ചുകൊണ്ട് വിവരം കെട്ടൊരു മന്ത്രി വിവരക്കേട് പ്രസംഗിച്ചപ്പോൾ അതുകൊണ്ട് ഊറിച്ചിരിച്ചു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. നിനക്കൊക്കെ വേണ്ടി ചോര ഒലിപ്പിച്ച, നിനക്കൊക്കെ വേണ്ടി സമരമുഖങ്ങൾ തുറന്നിട്ട, നിനക്കൊക്കെ വേണ്ടി സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നോ നീയൊക്കെ. 56 വെട്ടിക്കൊന്ന ടി.പി. ചന്ദ്രശേഖരൻ. ആ ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യയ്ക്ക് അന്ന് തീരുമാനമെടുക്കാൻ പറ്റിയത് ഉത്തമമായിരുന്നു എന്ന് ഇപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ടാകും. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, PS-നൊപ്പം നിന്നിട്ട് അതിൻ്റെ പേരിൽ 13 വർഷക്കാലം പാർട്ടി ദ്രോഹിച്ചൊരു മനുഷ്യൻ ഇപ്പോൾ തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ മത്സരിക്കാൻ ഇവർ അനുവദിക്കില്ല. അതേ VS അച്യുതാനന്ദൻ്റെ ചോര കൊണ്ട് ഇത് വിട്ടു. അതേ VS അച്യുതാനന്ദൻ്റെ ചോരയിൽ പിറന്ന അരുൺകുമാറിനെ കൊണ്ട് ഇയാളുടെ സ്ഥാനാർത്ഥിത്വം വെട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവും വേണ്ട. സ്നേഹത്തിൻ്റെ കട തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. കൊട്ടാരക്കരയിൽ നമ്മൾ കണ്ടു ഐഷ പൂറ്റി എന്ന് പറയുന്ന നേതാവ്. രോഹിത്, അങ്ങനെ ഒത്തിരി പേര് ഇനിയും പോകും. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് ഐഷ പൂറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവരെന്താ പറഞ്ഞേ? വർഗവഞ്ചകി. രാമലീല കണ്ടിട്ട് വിളിച്ചതാണെന്ന് തോന്നുന്നു. 25 വർഷക്കാലം CPM ടിക്കറ്റിൽ നിന്ന് വിജയിച്ച് കയറിയവൾ വെറുതെ അങ്ങ് ജയിച്ചതൊന്നുമല്ല കേട്ടോ. നിസാര വോട്ടിൽ തുടങ്ങി അവസാന നിയമസഭാ ഇലക്ഷൻ അവർ മത്സരിച്ച് ജയിക്കുമ്പോൾ കേരളത്തിന്റെ രക്ഷകനെന്ന് സ്വയം അഭിസംബോധന ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതാണ്. ഇവർ ഈ വിളിക്കുന്ന ടീച്ചറമ്മയോളം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത്. 50,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. മറുപടിയുണ്ട്, അതിന് അവർക്ക് മറുപടിയുണ്ട്. അവരുണ്ടാക്കി കൊടുത്തതാണെന്നോ? അല്ല, അതാണ് ഈ പാർട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ് പിണറായി വിജയന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ KN ബാലഗോപാൽ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 10,000-ൽ താഴെയായി പോയത്? അതിന് മറുപടി ഉണ്ടെന്ന് അവരില്ലേ? ക്യാപ്സൂളുകൾ, അത് മറുപടിയല്ല, ക്യാപ്സൂൾസ്. അവർ അങ്ങനെയുള്ള പാർട്ടിയാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അതായത് 13 വർഷം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതിന്റെ കാരണം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് അദ്ദേഹം വെറും ബ്രാഞ്ച് അംഗമാണ്, ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, VS-നോടൊപ്പം ഇത്രയും കാലം ജോലി ചെയ്തെന്നുള്ളത്. അത് അയാളുടെ ഇഷ്ടത്തിന് വന്നതല്ല, ഈ പാർട്ടി തന്നെ നിയോഗിച്ചതാണ്, ഈ പാർട്ടി തന്നെ കൊടുത്തൊരു ആളാണ് അദ്ദേഹം. ശരി ആവട്ടെ. എന്നിട്ട് അതിന് മറുപടി 8 പ്രാവശ്യം ആയിരുന്നാലും നിങ്ങളെ എടുക്കില്ല എന്ന് അദ്ദേഹം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനോട് ചോദിച്ചു. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന് ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ രോഹിത്തെ. ഈ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം വളരെ സോഷ്യലായിട്ട് പെരുമാറി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളായാലും ഞാനായിരുന്നാലും. ഇപ്പൊ സുരേഷ് കുറുപ്പിന് അവർ കണ്ടിരുന്ന ഒരു മെറ്റെന്നറിയോ? അദ്ദേഹം DH-ന്റെ ഷർട്ട് ഇട്ടിരുന്നു, അദ്ദേഹം വില കൂടിയ ചപ്പലിടുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ രീതിയല്ല അദ്ദേഹം ജീവിക്കുന്നത്. ഇവർക്കിടാ അല്ലേ? യശശരീരനായ കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന്റെ ദുബായിലെ പാംവില്ലയിൽ വില്ല ഉണ്ടായിരുന്നു. ആണല്ലോ. അപ്പോഴും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആണല്ലോ. അപ്പൊ അവർക്കെല്ലാം ആകാം അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോകും. പിണറായി വിജയൻ ഓടിക്കുന്ന യാത്ര ചെയ്യുന്ന വണ്ടിക്ക് സ്റ്റേറ്റിന്റെ വണ്ടിയാണെങ്കിൽ 80 ലക്ഷം രൂപ വിലയുള്ളൂ. ഇപ്പൊ 1.25 കോടിയുടെ വണ്ടിയാണ് മേടിക്കാൻ പോകുന്നത്. അതെ. അപ്പൊ ഇവർക്ക് ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് എനിക്ക് ഈ പറയുന്ന പോലെ താങ്കൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ഒരു എനിക്ക് എന്റെ ഈ പറയുന്ന ഈ വയസ്സിനിടയിൽ തുടക്കത്തിൽ മതി. എന്റെ രാഷ്ട്രീയം പരസ്യമായ രാഷ്ട്രീയമാണ്. എന്റെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണ്. ഞാൻ എങ്ങനെ കോൺഗ്രസ്സുകാരനായി എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം. എന്റെ കുടുംബം കറതീർന്ന ഇടതുപക്ഷ കുടുംബമാണ്. ഇന്നും CPM-ന്റെ അരിവാളും ചുറ്റുകയും നക്ഷത്രവും കണ്ട എൻ്റെ അമ്മയുടെ കൈ അതിനകത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഒന്ന് കുത്താൻ വിറയ്ക്കുന്ന കൈയുള്ള ആളാണ്. എൻ്റെ അമ്മാവൻ, കഴിഞ്ഞ വർഷം മരണപ്പെട്ട എൻ്റെ അമ്മാവൻ കറതീർന്ന സഖാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവും ഒരു സഖാവായിട്ടായിരുന്നു. നാടിന് വേണ്ടി ജീവിച്ചു മരിച്ച ഒരാളാണ്. എൻ്റെ അച്ഛൻ ഇടതുപക്ഷ പ്രസ്ഥാനമായ CPI-യുടെ സജീവ പ്രവർത്തകനായിരുന്നു. എൻ്റെ അമ്മ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അതേ വാർഡ് പ്രദാനം ചെയ്യുന്ന ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ എന്റെ രാഷ്ട്രീയം ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പോസ്റ്ററുകളുണ്ട്. നിസ്സാര വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത്. ഈ പറയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും
15 ദിവസം ഞാൻ എല്ലാ ജോലിയിൽ നിന്ന് മാറി നിന്ന് കോൺഗ്രസിന് വേണ്ടി അവിടെ പോയി പ്രവർത്തിച്ച കോൺഗ്രസ് ശരിയെന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട്. ഇനി ഞാൻ പറയട്ടെ, എങ്ങനെ ഞാൻ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ എന്റെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നെ കോൺഗ്രസ് ആക്കിയത്. അല്ല രോഹിത്തെ, ഞാൻ പറഞ്ഞു വെച്ച ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന 13 വർഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു ബ്രാഞ്ച് അംഗം മാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പാർട്ടി സെക്രട്ടറി എന്തിനാണ് 8 പ്രാവശ്യം? ഇവിടുത്തെ ചില ചിന്താഗതിക്കാരുണ്ട്, ഞങ്ങൾ പാർട്ടിക്കാരാണ്, പാർട്ടി മാറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ സുരേഷ് ബാബു പറഞ്ഞു ഏത് പാർട്ടിയിലായാലും നമുക്കൊക്കില്ലേ വിട്ടുകളഞ്ഞിട്ട് അടുത്ത പ്രസ്ഥാനത്തെ നോക്കണം. ഞാൻ CPM-ന്റെ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് SFI മെന്റാലിറ്റിയോട് കൂടി നടക്കുന്ന ആളായിരുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ജാഥകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം നാട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എൻ്റെ നാട്ടിലെ പ്രാദേശിക നേതൃത്വത്തിനോട് അംഗീകരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമുക്ക് ആ പാർട്ടിയോട് വെറുപ്പ് തോന്നുകയും വിദ്വേഷം തോന്നുകയും അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കാതെ നടക്കുന്ന സമയത്ത് BJP-കാർ നമ്മളോട് എല്ലാ പരിപാടിക്കും നമ്മളെ വന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് 2 ചിന്തയാണ്. പൂർണ്ണമായ മനസ്സോടുകൂടി അവരോട് സഹകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവസാനമാണ് നമ്മൾ കണ്ടെത്തുന്നത്, ഈ ഒരു കോൺഗ്രസിലെ കുറച്ച് പ്രവർത്തകരുമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രസ്ഥാനം കൊള്ളാം, ഈ പ്രസ്ഥാനം ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി കൊള്ളാം, ഈ പ്രസ്ഥാനത്തിൽ ജനാധിപത്യം കൊള്ളാം. അതാണ് ഏറ്റവും വലിയ കാര്യം, ജനാധിപത്യം. ഈ പ്രസ്ഥാനത്തിൽ ജനാധിപത്യം കൊള്ളാം. ഈ പ്രസ്ഥാനത്തിലല്ലാതെ മറ്റെവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് VD സതീശനെ വിമർശിക്കാം, VD സതീശന് KC വേണുഗോപാലിനെ വിമർശിക്കാം, ഇവർക്ക് 3 പേർക്കും രാഹുൽ ഗാന്ധിയെ വിമർശിക്കാം, നടപടി ഉണ്ടാവില്ല. ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര തവണ പാർട്ടി വിമർശിച്ചു? പുറത്താക്കിയോ? ഉൾപാർട്ടി ജനാധിപത്യം ഇത്രത്തോളമുള്ള മറ്റൊരു പ്രസ്ഥാനത്തിന്റെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ലോകത്തിൽ എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ല, അതിന്റെ പേര് കോൺഗ്രസ് എന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി, സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ പാർട്ടി ചവിട്ടി തേക്കുമ്പോൾ, താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മകനെ മത്സരിക്കാൻ നിർത്തുമ്പോൾ, അദ്ദേഹം ഒരു വേള ഒരു കൂട്ടം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കട തുറന്നു വെച്ചിരിക്കുന്നു. ആ കടയുടെ പേര് സ്നേഹക്കട എന്നാണ്. ഞാനിപ്പോഴും ഈ സുരേഷിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് യോജിക്കാത്തതാണ്. അല്ല, സ്ഥാനാർത്ഥിത്വം അതേ സ്ഥാനാർത്ഥി ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറയുന്നത് അരുൺകുമാർ വരുന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയാകുന്ന ആളെന്നൊന്നല്ല. ഇത്രയും കാലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ വിളിക്ക് വേണ്ടി കാത്തിരുന്ന ഒരാൾ UDF-ലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് സീറ്റ് കൊടുക്കരുത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിനകത്തൊരു രാഷ്ട്രീയം, അത് സതീശന്റെ രാഷ്ട്രീയമാണ്. സതീശനാണ് അത് തീരുമാനിച്ചത്. സതീശനാണ്, ഈ ശ്രീകണ്ഠനാണ് അതിൽ. അല്ല, ഞാൻ പറയുന്നത് ശ്രീകണ്ഠൻ MP ആണ് ഈ പറയുന്ന ഓപ്പറേഷൻ നടത്തിയത്. എന്തായാലും ഇപ്പൊ ഞാൻ ഐഷ പോറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവർ ജനപ്രതിനിധിയായി പ്രൂവ് ചെയ്തൊരു മനുഷ്യയാണ്, ഒരു മനുഷ്യസ്ത്രീയാണ്, അവര് ഒരു നേതാവാണ്. അവരുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനോടും പൂർണ്ണമായി വെറുപ്പ് കൊണ്ട് വിട്ടിട്ട് മടങ്ങി വരികയാണ്, അല്ല കോൺഗ്രസിലേക്ക് വരികയാണ്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയല്ല. 13 വർഷക്കാലം ഈ പാർട്ടി തിരിച്ചു വിളിക്കുമെന്ന വിശ്വാസത്തിൽ അവിടെ നിന്നിട്ടൊരു ഇലക്ഷൻ കാലത്ത് മടങ്ങി വരുമ്പോൾ, കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ സീറ്റ് കൊടുക്കരുത്. അദ്ദേഹത്തിനോട് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കാൻ പറയണം. 5 വർഷങ്ങൾക്കപ്പുറത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഓക്കെ ആണെങ്കിൽ. ഇതിൽ മറുവശം കൂടെ എനിക്ക് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇപ്പോഴും പാർട്ടി അംഗമല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് മെമ്പറെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിയോട് കാല് പിടിച്ചതാണ്. അപ്പോൾ ഏതായാലും ആ സ്നേഹക്കടയിലേക്ക് സുരേഷ് ചെന്നത് ശരിയാണ് എന്ന് ഞാൻ പറയും. സ്നേഹക്കടയിലേക്ക് സുരേഷ് ചെന്നത് റെഡിയാണ്, സീറ്റ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. 5 വർഷം കഴിഞ്ഞിട്ട് അത് ഈ പറയുന്ന പോലെ നേതാക്കളാണല്ലോ തീരുമാനിച്ചത്.